ബികോം BBA പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക് പഠിക്കാനുള്ള ഇൻകം ടാക്സ് എന്ന് പറയുന്ന പേപ്പറിലെ ഇൻകം ഫ്രം ഹൗസ് പ്രോപ്പർട്ടി എന്ന് പറയുന്ന ചാപ്റ്ററുമായിട്ട് ബന്ധപ്പെട്ട് പ്രീവിയസ് ഇയറിൽ ചോദിച്ചിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് ഇന്നത്തെ ക്ലാസ്സിലൂടെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് നേരിട്ട് ക്വസ്റ്റ്യൻസിലേക്ക് പോകാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ 2024 ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ആണ്. മിസ്സിസ് ഷീല ലെറ്റ് ഔട്ട് ഹെർ ഹൗസ് പ്രോപ്പർട്ടി ഫോർ ₹40,000 പെർ മന്ത്. ദി പ്രോപ്പർട്ടീസ് ഫെയർ റെൻ്റൽ ആൻഡ് മുനിസിപ്പൽ വാല്യൂ ആർ ₹5 lakh and 4,44,000 respectively. The standard rental value is ₹4 lakh. Compute gross annual value of the let out property എന്നുള്ളതാണ് ക്വസ്റ്റ്യനിൽ ചോദിച്ചത്. അപ്പോൾ ഇവിടെ നിങ്ങൾ നോക്കുക, ഇവിടെ നമ്മൾ വർക്കൗട്ട് ചെയ്യേണ്ടത് എന്താണ്? ഫെയർ റെൻ്റൽ വാല്യൂവും മുനിസിപ്പൽ റെൻ്റൽ വാല്യൂവും എടുക്കണം. ഇതിൽ ഹയസ്റ്റ് ഏതാണോ അതാണ് എന്ത് ഫസ്റ്റ് എക്സ്പെക്റ്റഡ് റെൻ്റ് എന്ന് പറയുന്നൊരു വാല്യൂ കിട്ടും. ഓക്കെ, പക്ഷെങ്കിൽ ഇവിടെ നിങ്ങൾ നോക്കേണ്ടത് സ്റ്റാൻഡേർഡ് റെൻ്റൽ വാല്യൂ തന്നിട്ടുണ്ടെങ്കിൽ അതിനേക്കാളും കൂടാൻ പാടില്ല എക്സ്പെക്റ്റഡ് റെൻ്റ് എന്നുള്ളതാണ്. അപ്പോൾ ഇവിടെ സ്റ്റാൻഡേർഡ് റെൻ്റ് 4 lakh ആണ്. ഇപ്പോൾ 4 lakh 45 lakh ആണ് ശരിക്കും എന്ത് വരിക എക്സ്പെക്റ്റഡ് റെൻറ്റ്. പക്ഷേങ്കിൽ സ്റ്റാൻഡേർഡ് റെൻറ്റ് 4 lakh ആയതുകൊണ്ട് എക്സ്പെക്റ്റഡ് റെൻറ്റ് എത്രയായിരിക്കും? 4 lakh ആയിരിക്കും. അതിനേക്കാളും കൂടാൻ പാടില്ല എക്സ്പെക്റ്റഡ് റെൻറ്റ് എന്നുള്ളതാണ് സ്റ്റാൻഡേർഡ് റെൻറ്റിനേക്കാളും. ഇനി ആക്ച്വൽ റെൻറ്റ് 40,000 ആണ് പെർ മന്ത് എന്നത്. ഇൻറ്റു 12 കണ്ടു കഴിഞ്ഞാൽ 4,80,000 എന്ന് കിട്ടും. ഇനി ഇത് രണ്ടിലും ഏറ്റവും ഹയസ്റ്റ് വാല്യൂ ഏതാണോ അതാണ് എന്ത് GAV എന്ന് പറയുന്നത്, ഗ്രോസ് ആനുവൽ വാല്യൂ. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഹയസ്റ്റ് വാല്യൂ 4,80,000 ആണ്. അപ്പോൾ ഇവിടെ GAV എത്ര കിട്ടും? 4,80,000 എന്ന് നമുക്ക് കിട്ടും. ഓക്കെ, വളരെ സിമ്പിൾ ആയിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ആയിരുന്നു ചോദിച്ചത്. ഇനി 2023 BBA വിദ്യാർത്ഥികൾക്ക് ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ആണ്. ഡിറ്റർമൈൻ ദി നെറ്റ് ആനുവൽ വാല്യൂ ഇൻ ദി ഫോളോയിങ് കേസസ്. പെർട്ടിക്കുലേഴ്സ് A-B-C ആണ് തന്നത്. മുനിസിപ്പൽ വാല്യൂഷൻ 1,80,000, 1,20,000. ഫെയർ റെൻറ്റ് 1,20,000, 60,000, 1,10,000. സ്റ്റാൻഡേർഡ് റെൻറ്റ് 1,25,000, 1 lakh നോട്ട് ഫിക്സ്ഡ്. ആക്ച്വൽ റെൻറ്റ് 1 lakh, 1 lakh, 1 lakh. ദെൻ മുനിസിപ്പൽ ടാക്സസ് 15,000, 12,000, 7,500. ഇത്രയുമാണ് ക്വസ്റ്റ്യനിൽ തന്നത്. ഇപ്പോൾ ഇവിടെ ജസ്റ്റ് നിങ്ങൾ വർക്കൗട്ട് ചെയ്യാൻ 3 കോളംസ് ആയിട്ട് തന്നെ കൊടുക്കുന്നു, ABC എന്നുള്ള രീതിയിൽ. മുനിസിപ്പൽ വാല്യൂ, ഫെയർ റെൻ്റൽ വാല്യൂ, സ്റ്റാൻഡേർഡ് റെൻറ്റ് കൊടുക്കുന്നു. അപ്പോൾ ഇതിൽ എയുടെ കേസിൽ 1 lakh, അതേപോലെ ഫെയർ റെൻ്റൽ വാല്യൂ 1,20,000 ആണ്. 1,25,000 ആണ് എന്ത് സ്റ്റാൻഡേർഡ് റെൻറ്റ്. ഇപ്പോൾ എക്സ്പെക്റ്റഡ് റെൻറ്റ് നമുക്ക് എത്ര കിട്ടും? 1,20,000 എന്ന് കിട്ടും. ഇതിൽ ഹയസ്റ്റ് ആണ് എടുക്കേണ്ടത്, അത് സ്റ്റാൻഡേർഡ് റെൻറ്റിനേക്കാളും കൂടാൻ പാടില്ല എന്നുള്ളൂ. പക്ഷേ സ്റ്റാൻഡേർഡ് റെൻറ്റ് ഇവിടെ 1,25,000 ആയതുകൊണ്ട് 1,20,000 തന്നെ എന്ത് വരും? എക്സ്പെക്റ്റഡ് റെൻറ്റ് വരും. ഇനി ബിയുടെ കേസിൽ 80,000ഉം 60,000ഉം ആണ്. അപ്പോൾ ഇതിൽ ഹയസ്റ്റ് എന്താണ്? 80,000 ആണ്. അപ്പോൾ ഇവിടെ എക്സ്പെക്റ്റഡ് റെൻറ്റ് 80,000 എന്ന് കിട്ടും. സ്റ്റാൻഡേർഡ് റെൻറ്റ് 1 lakh ആണ്. അപ്പോൾ ഇവിടെ അതിലേക്കാളും കൂടാൻ പാടില്ല എന്നുള്ളതാണ് മാത്രമേ ഉള്ളൂ. ദെൻ സിയുടെ കേസിൽ 1,20,000ഉം അതേപോലെ 1,10,000ഉം ആണ്. ഹയസ്റ്റ് വാല്യൂ 1,20,000 ആണ്. അപ്പോൾ ഇവിടെ എക്സ്പെക്റ്റഡ് റെൻറ്റ് 1,20,000 എന്ന് കിട്ടും. ദെൻ ആക്ച്വൽ റെൻറ്റ് 3 കേസിലും 1 lakh ആണ്. അപ്പോൾ ഇവിടെ നമ്മൾ ഇത് രണ്ടിനെയും കമ്പയർ ചെയ്യുന്നു 3 കേസിലും. അപ്പോൾ നമുക്ക് ഗ്രോസ് ആനുവൽ വാല്യൂ കിട്ടും. ഇതിൽ ഹയസ്റ്റ് ഏതാണ്? ഹയസ്റ്റ് വാല്യൂ ആണ് ഗ്രോസ് ആനുവൽ വാല്യൂ. എക്സ്പെക്റ്റഡ് റെൻറ്റും ആക്ച്വൽ റെൻറ്റും നോക്കിയിട്ട് അതിൽ ഹയസ്റ്റ് വാല്യൂ ആണ് എന്ത് ഇവിടെ ഗ്രോസ് ആനുവൽ വാല്യൂ. ഇപ്പോൾ ഇവിടെ 1,20,000 ആണ് ഹയസ്റ്റ്. അപ്പോൾ 1,20,000 GAV എന്ന് കിട്ടും. ഇവിടെ ഹയസ്റ്റ് 1 lakh ആണ്. അപ്പോൾ GAV 1 lakh കിട്ടും. ഇവിടെ ഹയസ്റ്റ് എന്താണ്? മൂന്നാമത്തെ കേസിൽ സിയുടെ കേസിൽ 1,20,000 ആണ്. അപ്പോൾ 1,20,000 എന്ന് ഗ്രോസ് ആനുവൽ വാല്യൂ കിട്ടും. ഓക്കെ, ദെൻ ഗ്രോസ് ആനുവൽ വാല്യൂയിൽ നിന്നും മുനിസിപ്പൽ ടാക്സ് കുറച്ചാലാണ് നെറ്റ് ആനുവൽ വാല്യൂ കിട്ടുന്നത്. മുനിസിപ്പൽ ടാക്സ് 15,000, ഇവിടെ 12,000. ദെൻ സിയുടെ കേസിൽ 7,500 ആണ്. അപ്പോൾ ഇതിന് കുറക്കുന്നു. 1,20,000 നിന്നും 15,000 കുറച്ച് കഴിഞ്ഞാൽ 1,05,000 നെറ്റ് ആനുവൽ വാല്യൂ കിട്ടും. ഇവിടെ 1 lakhൽ നിന്ന് 12,000 കുറച്ച് കഴിഞ്ഞാൽ 88,000 എന്ന് കിട്ടും. 1,20,000 നിന്നും 7,500 കുറച്ച് കഴിഞ്ഞാൽ 1,12,500 എന്ന് നെറ്റ് ആനുവൽ വാല്യൂ കിട്ടും. ഓക്കെ, അപ്പോൾ ഇത്തരത്തിലാണ് ഇതിനെ നമ്മൾ വർക്കൗട്ട് ചെയ്യേണ്ടത്. ജസ്റ്റ് നിങ്ങൾ വർക്കൗട്ട് ചെയ്ത് നോക്കുക. ഓക്കെ, ഇനി മറ്റൊരു ക്വസ്റ്റ്യൻ ആണ്. മിസ്റ്റർ നായർ ഓൺസ് എ ഹൗസ് വിച്ച് ഈസ് സെൽഫ് ഒക്കുപൈഡ് ബൈ ഹിം ത്രൂ ഔട്ട് ദി പ്രീവിയസ് ഇയർ 2020-21. ദി ഫോളോയിങ് ആർ ദി ഡീറ്റെയിൽസ് എന്നുള്ളതാണ്. മുനിസിപ്പൽ വാല്യൂ ഓഫ് ദി ഹൗസ് 60,000, ഫെയർ റെൻ്റൽ വാല്യൂ 85,000, മുനിസിപ്പൽ ടാക്സ് 10%, ഫയർ ഇൻഷുറൻസ് 600, ഇൻട്രസ്റ്റ് ഓൺ ലോൺ ഫോർ ദി കൺസ്ട്രക്ഷൻ ഓഫ് ദി ഹൗസ് പെയ്ഡ് ഡ്യൂറിംഗ് ദി പ്രീവിയസ് ഇയർ 56,000. കമ്പ്യൂട്ട് ഇൻകം ഫ്രം ഹൗസ് പ്രോപ്പർട്ടി എന്നുള്ളതാണ് ക്വസ്റ്റനിൽ ചോദിച്ചത്. ഇവിടെ നിങ്ങൾ ജസ്റ്റ് നോക്കുക, ഹൗസ് സെൽഫ് ഒക്കുപൈഡ് ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. സെൽഫ് ഒക്കുപൈഡ് ആണെങ്കിൽ ഗ്രോസ് ആനുവൽ വാല്യൂ നില്ലായിരിക്കും. അപ്പോൾ മുനിസിപ്പൽ ടാക്സ് അപ്ലിക്കബിൾ അല്ല. അപ്പോൾ NAV നെറ്റ് ആനുവൽ വാല്യൂ നില്ലായിരിക്കും. സ്റ്റാൻഡേർഡ് ഡിഡക്ഷൻ ഉണ്ടാവില്ല.
ഇനി ഇൻട്രസ്റ്റ് ഓൺ ലോണിൽ ഡിഡക്ഷൻ കിട്ടും. 56,000 ആണ് ഇൻട്രസ്റ്റ് ഓൺ ലോൺ വരുന്നത്. അപ്പോൾ നമുക്ക് ലോസ് ഫ്രം ഹൗസ് പ്രോപ്പർട്ടി എന്ന് പറഞ്ഞിട്ട് 56,000 വാല്യൂ കിട്ടും. അപ്പോൾ ഇവിടെ ഇത്തരത്തിലാണ് ഈ ഒരു ക്വസ്റ്റ്യൻ വർക്കൗട്ട് ചെയ്യേണ്ടത്. സെൽഫ് ഒക്കുപ്പൈഡ് ആയതുകൊണ്ട് തന്നെ നെറ്റ് ആനുവൽ വാല്യൂ എന്താണ്? നില്ലാണ്. ഓക്കെ, മറ്റൊരു ക്വസ്റ്റ്യൻ നോക്കാം. ശ്രീ പ്രകാശ് ഹാസ് എ ഹൗസ് പ്രോപ്പർട്ടി ലെറ്റ് ഔട്ട് ഫോർ ദി റെസിഡൻഷ്യൽ പർപ്പസ്. ദി ഫോളോയിങ് ആർ ദി ഡീറ്റെയിൽസ് ഓഫ് ദി പ്രോപ്പർട്ടി ലെറ്റ് ഔട്ട്. മുനിസിപ്പൽ റെൻ്റൽ വാല്യൂ 8,500. ആക്ച്വൽ റെൻറ്റ് റിയലൈസ്ഡ് 9,000 പെർ മന്ത്. റെൻറ്റ് പേബിൾ അണ്ടർ റെൻറ്റ് കൺട്രോൾ ആക്ട് 8,500 പെർ മന്ത്. ദി റെൻറ്റ് പേബിൾ ഫോർ എ സിമിലർ ഹൗസ് 9,000 പെർ മന്ത്. He has paid 15% of the municipal valuation as local taxes, 2% valuation as education and health cess. The construction of property began in September 2015 and completed in February 2018. He had borrowed a loan for the construction of the house property, on which he has paid 2 lakh as interest up to 31st March 2027 and 50,000 as interest during the previous year. ഫയർ ഇൻഷുറൻസ് പ്രീമിയം പെയ്ഡ് 2,000 പെർ ആനം. കമ്പ്യൂട്ട് ഇൻകം ഫ്രം ഹൗസ് പ്രോപ്പർട്ടി എന്നുള്ളതാണ് ക്വസ്റ്റ്യനിൽ ചോദിച്ചത്. അപ്പോൾ ഇവിടെ ജസ്റ്റ് നിങ്ങൾ നോർമലി ചെയ്യുന്നത് പോലെ തന്നെ മുനിസിപ്പൽ വാല്യൂ എഴുതുന്നു, അതേപോലെ ഫെയർ റെൻ്റൽ വാല്യൂ എഴുതുന്നു, സ്റ്റാൻഡേർഡ് റെൻ്റ് എഴുതുന്നു. അപ്പോൾ ഇതിൽ ഹയസ്റ്റ് വാല്യൂ, അതായത് മുനിസിപ്പൽ വാല്യൂയിലും ഫെയർ റെൻ്റിലും ഹയസ്റ്റ് വാല്യൂ ആണ് നമ്മുടെ എക്സ്പെക്റ്റഡ് റെൻ്റ് എന്ന് പറയുന്നത്. പക്ഷേങ്കിൽ അത് സ്റ്റാൻഡേർഡ് റെൻറ്റിനാണ് കൂടാൻ പാടില്ല എന്നുണ്ട്. സ്റ്റാൻഡേർഡ് റെൻറ്റ് 1,02,000 മാത്രമാണ്. അപ്പോൾ എക്സ്പെക്റ്റഡ് റെൻറ്റ് എത്ര കിട്ടും? 1,02,000 എന്ന് കിട്ടും. ഇനി ആക്ച്വൽ റെൻറ്റ് 9,000 × 12 1,08,000 ആണ്. ഇപ്പോൾ ഗ്രോസ് ആനുവൽ വാല്യൂ 1,08,000 എന്ന് നമുക്ക് കിട്ടും. ഇതിൽ ഹയസ്റ്റ് വാല്യൂ 1,08,000 ആണ്. അപ്പോൾ 1,08,000 എന്ന് കിട്ടും. ഇതിൽ മുനിസിപ്പൽ ടാക്സ് കുറക്കുന്നു. അതായത് മുനിസിപ്പൽ ടാക്സ് എന്ന് പറയുന്നത് മുനിസിപ്പൽ വാല്യൂ 1,02,000 ആണ്. അതിൻ്റെ 15% അപ്പോൾ നമുക്ക് എത്ര കിട്ടും? ഇവിടെ 15,300 എന്ന് കിട്ടും. ഇപ്പോൾ നെറ്റ് ആനുവൽ വാല്യൂ കിട്ടും. ഇതിൽ നിന്ന് 1,08,000 15,300 കുറച്ച് കഴിഞ്ഞാൽ ഇനി ഈ നെറ്റ് ആനുവൽ വാല്യൂ നിന്നും സ്റ്റാൻഡേർഡ് ഡിഡക്ഷൻ 30% മൈനസ് ചെയ്യുന്നു, 27,810. അതേപോലെ ഇൻട്രസ്റ്റ് ഓൺ ലോൺ 50,000 ഉണ്ട് കറണ്ട് പ്രീവിയസ് ഇയർ. ഇനി അതേപോലെ പ്രീ കൺസെഷൻ പീരീഡ് ലോണിൻ്റെ 2 lakhൻ്റെ 1/5 പോർഷന് 1/5 പോർഷൻ എന്ത് ചെയ്യും? ഇവിടെ ഡിഡക്ഷൻ ആയിട്ട് കൊടുക്കും, 40,000 കിട്ടും. അതായത് ഇവിടെ 92,700 നിന്നും ഇത് 3 നമ്മൾ മൈനസ് ചെയ്യുന്നു. അപ്പോൾ നമുക്ക് ലോസ് ഫ്രം ഹൗസ് പ്രോപ്പർട്ടി എന്ന് പറഞ്ഞിട്ട് 25,110 കിട്ടും. ഓക്കെ, ഇനി മറ്റൊരു ക്വസ്റ്റ്യൻ നോക്കാം. കമ്പ്യൂട്ട് ആനുവൽ വാല്യൂ ഓഫ് ദി ഹൗസ് ഇൻ ദി ഫോളോയിങ് കേസസ്. മുനിസിപ്പൽ വാല്യൂ 1 lakh, ഫെയർ റെൻറ്റ് 1,20,000, സ്റ്റാൻഡേർഡ് റെൻറ്റ് 90,000, ആക്ച്വൽ റെൻറ്റ് റിസീവ്ഡ് 1,32,000, മുനിസിപ്പൽ ടാക്സ് 10% ഓഫ് മുനിസിപ്പൽ വാല്യൂ എന്നുള്ളതാണ്. ഓക്കെ, ഇപ്പോൾ ഇവിടെ ജസ്റ്റ് നിങ്ങൾ നോക്കുക. മുനിസിപ്പൽ വാല്യൂ എത്രയാണ്? 1 lakh ആണ്. ഫെയർ റെൻറ്റ് 1,20,000 ആണ്. സ്റ്റാൻഡേർഡ് റെൻറ്റ് 90,000 ആണ്. അപ്പോൾ ഇതിൽ ഹയസ്റ്റ് ആണ് എടുക്കേണ്ടത്. പക്ഷേ സ്റ്റാൻഡേർഡ് റെൻറ്റ് 90 മാത്രമേ ഉള്ളൂ. അപ്പോൾ അതിലേക്കാണ് കൂടാൻ പാടില്ല എക്സ്പെക്റ്റഡ് റെൻറ്റ്. ഇപ്പോൾ 90,000 എക്സ്പെക്റ്റഡ് റെൻറ്റ് കിട്ടും. ആക്ച്വൽ റെൻറ്റ് തന്നത് 1,32,000 ആണ്. ഇപ്പോൾ ഗ്രോസ് ആനുവൽ വാല്യൂ ഇതിൻ്റെ ഹയസ്റ്റ് ആണ് എടുക്കേണ്ടത്. ഗ്രോസ് ആനുവൽ വാല്യൂ എത്ര കിട്ടും? 1,32,000 എന്ന് കിട്ടും. ഇതിൽ മുനിസിപ്പൽ ടാക്സ് 10%, അതായത് മുനിസിപ്പൽ വാല്യൂയുടെ 10% കുറക്കുന്നു, 10,000. അപ്പോൾ നമുക്ക് 1,22,000 എന്ന് നെറ്റ് ആനുവൽ വാല്യൂ കിട്ടും. ഓക്കെ, ഇനി മറ്റൊരു ക്വസ്റ്റ്യൻ നോക്കാം. മിസ്റ്റർ രാം ഓൺസ് ഹൗസ് പ്രോപ്പർട്ടി. ഇറ്റ്സ് ആനുവൽ ലെറ്റിംഗ് വാല്യൂ ഈസ് ₹80,000 ഡ്യൂറിംഗ് ദി പ്രീവിയസ് ഇയർ. ഇറ്റ് വാസ് ലെറ്റ് ഔട്ട് ടു എ ടെനൻറ്റ് ഓൺ എ മന്ത്ലി റെൻറ്റ് ഓഫ് ₹7,000. ഹി ക്ലെയിംഡ് ദി ഫോളോയിങ് എക്സ്പെൻസസ് ആക്ച്വലി ഇൻകേർഡ് ബൈ ഹിം. മുനിസിപ്പൽ ടാക്സസ് 8,000, എക്സ്പെൻസസ് ഫോർ ദി റിക്കവറി ഓഫ് റെൻറ്റ് ₹600, മെയിൻ്റനൻസ് അലവൻസ് പെയ്ഡ് ടു ദി സ്റ്റെപ്പ് മദർ ₹12,000 ആനുവലി, വിച്ച് വാസ് എ ചാർജ് ഓൺ പ്രോപ്പർട്ടി അക്കോർഡിംഗ് ടു ഹിസ് ഫാദേഴ്സ് will. The house remained vacant for 1 month during the previous year. Compute income from house property എന്നുള്ളതാണ് ക്വസ്റ്റ്യനിൽ പറഞ്ഞത്. അപ്പോൾ ഇവിടെ എക്സ്പെക്റ്റഡ് റെൻ്റ് എന്ന് പറയുന്നത് എത്രയാണ്? നിങ്ങളെ ക്വസ്റ്റ്യനിൽ പറയുന്നത് 80,000 ആണ്. ഓക്കെ, 80,000 എക്സ്പെക്റ്റഡ് റെൻ്റ് ആക്ച്വലി തന്നിട്ടുണ്ട്. ദെൻ ആക്ച്വൽ റെൻറ്റ് വരുന്നത് എത്രയാണ്? 77,000 ആണ് ആക്ച്വൽ റെൻറ്റ് വരുന്നത്. കാരണം 7,000 പെർ മന്ത് ആണ് പറഞ്ഞത്. ഒരു മാസം എന്താണ് ഇവിടെ വാക്കൻ്റ് ആണ്. അപ്പോൾ 7,000 × 11 ആണ്. അപ്പോൾ 77,000 എന്ന് കിട്ടും. അപ്പോൾ GAV എത്രയാണ്? 77. ഇതിൽ ഹയസ്റ്റ് ആണ് എടുക്കേണ്ടത്. പക്ഷേങ്കിൽ വേക്കൻസി ഉള്ളത് കൊണ്ട് തന്നെ ഒരു മാസം വേക്കൻസി ഉണ്ടെന്ന് പറയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ GAV എന്തായിരിക്കും? 77 ആയിരിക്കും. ഓക്കെ, അതായത് വേക്കൻസി വരുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഓർമ്മിക്കുക, എക്സ്പെക്റ്റഡ് റെൻറ്റും ആക്ച്വൽ റെൻറ്റും കമ്പയർ ചെയ്ത് കഴിഞ്ഞാൽ ആക്ച്വൽ റെൻറ്റ് തന്നെയാണ് GAV വരിക. അത് ഹയസ്റ്റ് ആണെങ്കിലും കുറവാണെങ്കിലും ലോവസ്റ്റ് ആണെങ്കിലും GAV എന്തായിരിക്കും? ആക്ച്വൽ റെൻ്റ് ആയിരിക്കും.
അപ്പോൾ ഇതിൽ നിന്ന് മുനിസിപ്പൽ ടാക്സ് 8,000 മൈനസ് ചെയ്യുന്നു. അതായത് നമുക്ക് എന്ത് കിട്ടും? നെറ്റ് ആനുവൽ വാല്യൂ എന്ന് പറയുന്നത് 69,000 കിട്ടും. മുനിസിപ്പൽ ടാക്സ് 8,000 ക്വസ്റ്റനിൽ തന്നിട്ടുണ്ട് ഡയറക്റ്റ്ലി. അപ്പോൾ നമുക്ക് നെറ്റ് ആനുവൽ വാല്യൂ 69,000 എന്ന് കിട്ടും. ഇതിൽ നമ്മൾ 30% സ്റ്റാൻഡേർഡ് ഡിഡക്ഷൻ മൈനസ് ചെയ്യുന്നു. അപ്പോൾ നമുക്ക് 48,300 എന്ന് കിട്ടും ഇൻകം ഫ്രം ഹൗസ് പ്രോപ്പർട്ടി. ഓക്കെ, അപ്പോൾ നമ്മൾ ക്വസ്റ്റ്യൻസ് സ്പീഡിൽ വർക്കൗട്ട് ചെയ്ത് പോയിട്ടുണ്ട്. പ്രീവിയസ് ഇയറിൽ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് മാക്സിമം നിങ്ങൾ വർക്കൗട്ട് ചെയ്ത് നോക്കുക. മാക്സിമം ക്വസ്റ്റ്യൻസ് നിങ്ങൾ വർക്കൗട്ട് ചെയ്ത് നോക്കുക. ഹൗസ് പ്രോപ്പർട്ടിയുമായിട്ട് ബന്ധപ്പെട്ട് എന്തായാലും ഒരു ക്വസ്റ്റ്യൻ നമുക്ക് പ്രതീക്ഷിക്കാം. സിമ്പിൾ ആയിട്ടുള്ള ഒരു ചാപ്റ്ററാണ് ഹൗസ് പ്രോപ്പർട്ടി എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം ജസ്റ്റ് പുതിയൊരു ക്ലാസ്സുമായി നമുക്ക് വീണ്ടും കാണാം. താങ്ക്